أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധമായ ഒരു വചനത്തെക്കുറിച്ചാണ്. എന്താണ് ആ വചനത്തിന്റെ അർത്ഥം? റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. റഹ്മാൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആരാധിക്കുന്ന വഴിപ്പെടുന്ന ആളുകൾക്കും അള്ളാഹുവിന് വഴിപ്പെടാത്ത എത്രയോ ആളുകളുണ്ട്, അവർക്കും കരുണ ചെയ്യുന്നവനാണ് അള്ളാഹു എന്നാണ് ആ വചനത്തിന്റെ അർത്ഥം. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാം. അതായത് ഭൗതിക ലോകത്ത് ഒരാൾക്ക് കുറെ സമ്പത്തോ മറ്റു അനുഗ്രഹങ്ങളോ ഒക്കെ കിട്ടുമ്പോൾ അയാളെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതിന് ഒരിക്കലും അത് തെളിവല്ല. അതുപോലെ തന്നെ രോഗങ്ങളോ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ അള്ളാഹു അയാളെ വെറുത്തു എന്ന് ചിലർ മനസ്സിലാക്കും. അങ്ങനെയും അല്ല, ദുനിയാവാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ പരീക്ഷണത്തിന്റെ ലോകമായിട്ടാണ് വെച്ചിട്ടുള്ളത്. പ്രതിഫലത്തിന്റെ ലോകം ഇതല്ല. പ്രതിഫലത്തിന്റെ ലോകം വരുന്നേ ഉള്ളൂ. അനുഗ്രഹത്തിന് നന്ദി കാണിക്കുക, വിഷമങ്ങളിൽ ക്ഷമിക്കുക, അങ്ങനെ വിജയം നേടുകയാണ് നമ്മൾ വേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ദുനിയാവിൽ ഐഹികമായ വിഭവങ്ങൾ അയാൾക്ക് നൽകുന്നതിന് അള്ളാഹു ഒരു പരിധിയും നിശ്ചയിച്ചിട്ടില്ല. ജാതിയോ മതമോ ഒന്നും നിശ്ചയിച്ചിട്ടില്ല. ഭൗതിക ലോകത്ത് അള്ളാഹുവിന്റെ നിലപാട് അങ്ങനെയാണ്. നമ്മുടെ നിലപാടും അങ്ങനെയായിരിക്കണം, എല്ലാവർക്കും ഗുണം ചെയ്യുക എന്ന്. എന്നാൽ പ്രതിഫലത്തിന്റെ ഒരു ലോകം വരാനുണ്ട്. അപ്പോൾ അർ-റഹീം എന്നൊരു വചനം, അപ്പോൾ അർ-റഹീം എന്ന ഒരു വാക്ക്, അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അത് ഈ ദുനിയാവിൽ പടച്ചവന് വഴിപ്പെട്ട് ജീവിച്ച നല്ല ആളുകൾ ഉണ്ടാവും, അവർക്ക് പരലോകത്ത് ഗുണം നൽകുന്നവൻ എന്നാണ് റഹീം എന്ന വാക്കിന്റെ അർത്ഥം. അള്ളാഹുവിന് ദുനിയാവിൽ വെച്ചുകൊണ്ട് ആരാധിച്ച വഴിപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് പരലോകത്ത് നന്മയും ഗുണവും കിട്ടുക. അതാണ് റഹീം എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ദുനിയാവിൽ അള്ളാഹുവിന് വഴിപ്പെട്ടവർക്ക് പരലോകത്ത് കരുണ നൽകുന്നവൻ. രണ്ടും കാരുണ്യമാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏതൊരു നല്ല കാര്യവും നമ്മൾ തുടങ്ങേണ്ടത്. കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹി ഫഹുവ അബ്തർ. വ്യത്യസ്ത റിവായത്തുകൾ കാണാം. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി പറയുന്നു, ഒരാള് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു തുടങ്ങാത്ത ഒരു കാര്യത്തിലും ബറക്കത്തുണ്ടാവുകയില്ല. അതിൽ ബറക്കത്ത് കുറവായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം ഉച്ചരിച്ചുകൊണ്ട് തുടങ്ങണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കുട്ടികളെ ഉറക്കാൻ വേണ്ടി കിടത്തുമ്പോൾ തൊട്ടിലിൽ കിടത്തുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പഠിക്കാൻ ഒരുങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കുട്ടികൾക്ക് വസ്ത്രം ധരിപ്പിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതുപോലെ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി തീ കത്തിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പാത്രം അടുപ്പത്തേക്ക് വെക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഭക്ഷണം വിളമ്പി തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിലെ ഏതൊരു നല്ല കാര്യം നമ്മൾ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വചനം ചൊല്ലിക്കൊണ്ട് തുടങ്ങുക. അതൊരു സ്വഭാവമായി നമ്മൾ ശീലിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ വിശുദ്ധമായ വചനത്തിന്റെ ഒരൊറ്റ മഹത്വം പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിക്കുമ്പോൾ 19 അക്ഷരങ്ങളാണ് അതിലുള്ളത്. ആ 19 അക്ഷരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നരകത്തിന് 19 കാവൽക്കാരായ 19 മലക്കുകൾ ഉണ്ട് എന്നാണ്. 19 മലക്കുകൾ ആ നരകത്തിൽ എത്തിപ്പെടുന്നതിന് തൊട്ടും മറ്റും രക്ഷ കിട്ടാൻ, ആ 19 മലക്കുകളിൽ നിന്നും രക്ഷ നേടാൻ ഉള്ള വചനമാണ് 19 അക്ഷരങ്ങളുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. വിവിധ വിജയം നേടാനും ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കാനും ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളുടെയും ആരംഭത്തിൽ ബിസ്മി ചൊല്ലിക്കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തുടക്കത്തിൽ നമ്മൾ ബിസ്മി ചൊല്ലാൻ മറന്ന വിഷയങ്ങളിൽ ഇടക്ക് ഓർമ്മ വന്നു കഴിഞ്ഞാൽ ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു എന്ന് നമ്മൾ ഉച്ചരിക്കണം. ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു എന്നാണ് തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നാൽ നമ്മൾ ചൊല്ലേണ്ടത്. ഒരുപാട് സന്ദർഭങ്ങളിൽ ഇത് ശ്രദ്ധിക്കാനുണ്ട്. മരണപ്പെട്ട ഉടനെ ആ മയ്യത്തിന്റെ
കണ്ണ് ചിമ്മിച്ച് താടി കെട്ടി കൊടുക്കുമല്ലോ, അതുപോലെ കൈകാലുകളൊക്കെ നിവർത്തി വെച്ചൊക്കെ മൃദുവാക്കി വെക്കുന്ന സമയത്തൊക്കെ ചൊല്ലേണ്ട ദിക്ർ ബിസ്മില്ലാഹി എന്ന വചനം കൊണ്ട് തുടങ്ങി ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ല എന്നാണ്. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മയ്യത്തിന്റെ കണ്ണുകൾ അടയ്ക്കേണ്ടത്, കൈകാലുകൾ നിവർത്തി വെക്കുകയും മറ്റൊക്കെ ചെയ്യേണ്ടത്. പുറത്തു നിലവിളിച്ച് മരണപ്പെട്ട മയ്യത്തിന്റെ അടുത്ത് ബഹളം ഉണ്ടാക്കുകയല്ല. ഈ ഇസ്ലാം പറഞ്ഞ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇനി മയ്യത്തിനെ മറവ് ചെയ്യുവാൻ വേണ്ടി എടുക്കുകയാണ്, അപ്പോൾ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ല, അപ്പോഴും അങ്ങനെ തന്നെയാണ് ചൊല്ലേണ്ടത്. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ല എന്ന് ചൊല്ലിക്കൊണ്ടാണ് മയ്യത്തിനെ മറവ് ചെയ്യുവാൻ വേണ്ടി എടുക്കേണ്ടത്. ഏതായിരുന്നാലും ഈ വചനത്തിൽ അല്ലാഹ്, റഹ്മാൻ, റഹീം എന്ന അള്ളാഹുവിന്റെ 3 അനുഗ്രഹീതമായ പേരുകൾ, നാമങ്ങളുണ്ട്. ഇതിന് ഒരുപാട് പേരുകളുണ്ട്. അതിൽ പ്രത്യേകമായ 99 നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിൽപ്പെട്ട വചനങ്ങളാണ് അല്ലാഹ്, റഹ്മാൻ, റഹീം. ഉൾക്കൊള്ളുന്ന വചനം കൂടിയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു കാര്യം കൂടെ ഉണർത്തി അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തിന്റെ ബഹുമതി കാത്തു സൂക്ഷിച്ച ആളുകൾക്ക് ഒരുപാട് ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഖബർ കാണുന്നു. ഖബറിന്റെ ഉള്ളിൽ ഒരു ചെറുപ്പക്കാരനെ ശിക്ഷിക്കപ്പെടുന്നത് കാണുകയാണ്. തിരിച്ച് ആ വഴിയിലൂടെ തന്നെ വരുമ്പോൾ ഇതേ ഖബറിലുള്ള ചെറുപ്പക്കാരൻ സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കുന്നതും സന്തോഷത്തോടെ ആ ഖബറിൽ താമസിക്കുന്നതും കാണുകയാണ്. അള്ളാഹുവിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരറിയിച്ചു കൊടുത്തു, ഈസാ നബിയെ, ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ തെമ്മാടിയായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ അവൻ മരിക്കുമ്പോൾ അവന്റെ ഭാര്യ ഗർഭിണിയാണ്. ഒരു കുഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് പ്രസവിച്ചു. ആ കുഞ്ഞ് വളർന്നു വലുതായി. ഇപ്പോൾ ഒരു പണ്ഡിതന്റെ അരികിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം ആ കുട്ടി പഠിക്കാൻ തുടങ്ങിയപ്പോൾ റഹ്മാൻ, റഹീം, കാരുണ്യം ചെയ്യുന്ന, കരുണ ചെയ്യുന്ന അള്ളാഹ് എന്ന വിശുദ്ധ വചനം പറഞ്ഞ് ആ കുട്ടി ഭൂമിയുടെ പുറത്ത് അത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഖബറിന്റെ ഉള്ളിലുള്ള ആ കുട്ടിയുടെ പിതാവിനെ ശിക്ഷിക്കുന്നത് എനിക്ക് എൻ്റെ മാന്യതയ്ക്ക് യോജിച്ചതല്ല, ഞാൻ ശിക്ഷിക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരം കൊടുത്തു എന്നാണ്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് കുഞ്ഞ് പഠിക്കുമ്പോൾ ഖബറിന്റെ ഉള്ളിലുള്ള വാപ്പക്ക് വരെ സന്തോഷം ലഭിച്ച ചരിത്രമാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ്. കുറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ച് കേൾക്കുകയും മഹത്വം ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ ഈ വിശുദ്ധ വചനം പ്രാവർത്തികമാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.